ഹലോ നമസ്കാരം. താരാസ് വണ്ടർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു അടിപൊളി കൂട്ടുകറിയുടെ റെസിപ്പി കണ്ടു നോക്കിയാലോ. കൂട്ടുകറി എന്ന് പറഞ്ഞാൽ ഞാൻ തേങ്ങ ഒന്നും അരച്ച് ചേർക്കണില്ല, അല്ലാതെ തന്നെ വെക്കണ ഒരു കറിയാണിത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഉള്ളിത്തണ്ടാണ് മെയിനായിട്ട് ചേർക്കണത്. ഉള്ളിത്തണ്ട് വെച്ചിട്ടുള്ള ഒരു അടിപൊളി കറിയാണിത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ നോയമ്പ് കാലത്തൊക്കെ ഉള്ളിത്തണ്ടൊക്കെ കിട്ടുകയാണെങ്കിൽ ആരും വാങ്ങാതെ പോകരുത്. അപ്പോൾ ഇത് വീട്ടിൽ നട്ട് വളർത്തുന്നവരുണ്ടാവും. അപ്പോൾ ഇത് നല്ലൊരു സൂപ്പർ പച്ചക്കറിയാണ്. നല്ലോണം ഫൈബറൊക്കെ അടങ്ങിയതുകൊണ്ട് തന്നെ നമ്മുടെ ഹെൽത്തിനൊക്കെ ഏറ്റവും യോജിച്ചതാണിത്. അപ്പോൾ ഉള്ളിത്തണ്ട് നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. പിന്നെ അതിലേക്ക് ഞാൻ 2 കായയും 2 ക്യാരറ്റും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടിയൊക്കെ ചേർക്കുമ്പോഴാണ് നമുക്കിത് നന്നായിട്ട് വെന്ത് കിട്ടണത്. അപ്പോൾ ഇത് തന്നെ ഉള്ളിത്തണ്ട് തന്നെ നമ്മൾ വഴറ്റിയെടുത്ത് തോരൻ പോലെ വെക്കുകയാണെങ്കിൽ ഇത് അധികം വേകാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അങ്ങനെ ചെയ്തപ്പോൾ കുറച്ച് വേകാതെ സോഫ്റ്റ് ആവാതെ കിടന്നിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് കുക്കറിലൊന്നിട്ട് ഒരു വിസിൽ വേപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ ക്യാരറ്റും കായയൊക്കെ കൂടി ചേർക്കുമ്പോഴായാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ ഉള്ളിത്തണ്ടും കൂടി ചേർക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ ആ ഉള്ളിത്തണ്ട് മുഴുവനും എടുത്ത് കഴുകി അരിഞ്ഞെടുത്തിട്ട് അതിൻ്റെ പകുതിയാണ് ഇപ്പോൾ കറിക്ക് വേണ്ടി എടുക്കുന്നത്. ബാക്കി പകുതി നമ്മളൊരു ഐസ്ക്രീമിൻ്റെ ചെപ്പിലാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയാണ് ചെയ്യണം. അപ്പോൾ നമുക്കിനി ഏതെങ്കിലും ഒരു ദിവസം കഴിയുമ്പോഴായാലും നമുക്കതെടുത്ത് തോരൻ വയ്ക്കാം. അപ്പോൾ അത് തോരൻ വയ്ക്കുന്ന വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു സാധനം നല്ലൊരു വെജിറ്റബിളാണ്. ഇത് നമുക്ക് ഉള്ളി പോലെ തന്നെ ഗുണകരമുള്ളൊരു സാധനമാണ്. നമ്മൾ ഉള്ളിയൊക്കെ നന്നാക്കുമ്പോൾ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരുന്ന പോലെ തന്നെ ഇത് നമ്മൾ അരിഞ്ഞെടുക്കുമ്പോൾ എൻ്റെ കണ്ണിൽ നിന്നും ഒക്കെ നന്നായിട്ട് വെള്ളം വന്നിരുന്നു. ഉള്ളിയുടെ തന്നെ ടേസ്റ്റുമാണ് ഇതിന്. ഉള്ളിയുടെ എല്ലാ ഗുണങ്ങളും അടങ്ങിയൊരു ഇൻഗ്രീഡിയൻ്റാണിത്. അപ്പോൾ നമുക്കത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഒരു വിസിൽ കേട്ടാൽ മതിയാവും. അപ്പോൾ അതിലൊക്കെ ഒരു ചെറിയ സവാള 2 പച്ചമുളക് 1 കഷ്ണം ഇഞ്ചിയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ വേവിച്ചെടുത്തത്. പിന്നെ നമുക്കിതിലേക്ക് മൂപ്പിച്ചൊഴിക്കാൻ കുറച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി എടുത്തിട്ട് വെളിച്ചെണ്ണയിൽ തന്നെ മൂപ്പിച്ചെടുക്കണം, നല്ലോണം ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും മാത്രം ചേർക്കണുള്ളൂ. അധികം സ്പൈസസ് ഒന്നും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ തന്നെ നമ്മൾ ഈ കുക്കറിൽ വെച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ഇതിലൊക്കെ ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ നമ്മൾ ഇതിലേക്ക് തേങ്ങരപ്പൊക്കെ ചേർക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർക്കണില്ല. തേങ്ങരപ്പൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ കറി കൂടുതലായി പോകും. അപ്പോൾ അത് കറി തീരെയുമില്ല. അതുകൊണ്ട് ഇങ്ങനെ തന്നെ ഉള്ളിയൊക്കെ മൂപ്പിച്ചെടുക്കണുള്ളൂ. പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നത്. നമുക്കെല്ലാം കൂടി നല്ല മിക്സായിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പ്രാവശ്യം ഉള്ളിത്തണ്ടൊക്കെ കിട്ടുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ വേറെ വെജിറ്റബിൾസൊക്കെ ചേർത്ത് വയ്ക്കുകയാണെങ്കിൽ ഉള്ളിയുടെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്നാലും നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടായില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി.